താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടി ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ പുസ്തകോത്സവത്തിന് തുടക്കമായി. 25ഓളം പ്രസാധകരുടെ പുസ്തകങ്ങൾ അണിനിരത്തുന്ന പുസ്തകോത്സവം ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. കാലടി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ വിൽപ്പനാ വിഭാഗമായ നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു. ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു. SPCS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുനിൽ P ഇളയടം മുഖ്യപ്രഭാഷണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. ഭാവനയെ രൂപപ്പെടുത്തിയ പരിശ്രമങ്ങൾ കൂടിയായിരുന്നു SPCSന്റെ ആദ്യകാല വിവർത്തനങ്ങളിൽ വലിയൊരു പങ്ക്. അത് മൂലധനത്തിൻ്റെ വിവർത്തനം മുതൽ ഞാൻ ഈ പറഞ്ഞ നോവലുകളുടെ എല്ലാ വിവർത്തനങ്ങളിലൂടെ പടർന്നു കിടക്കുന്നു. ആ പരമ്പരയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പ്രധാന ഗ്രന്ഥമാണ് ഇപ്പോൾ വരുന്ന ഈ എഡ്ഗാർ സ്നോയുടെ ഈ പറയുന്ന ചൈനയ്ക്ക് മുകളിൽ ചുവപ്പ് താരകം എന്ന ഗ്രന്ഥം. അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലെ വളരെ സവിശേഷമായ സ്ഥാനമുള്ള KN രാമചന്ദ്രനാണ്. അദ്ദേഹം കേരളത്തിലെ നക്സലേറ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതരായ നേതാക്കളിലൊരാളായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ആ വീക്ഷണങ്ങളൊക്കെ വച്ചു പുലർത്തുന്ന ആളാണ്. വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തെ നോക്കിക്കാണുന്ന ഒരാളുടെ കരുതൽ കൂടി ഈ കൃതിയെ സംബന്ധിച്ചുണ്ട്. KN രാമചന്ദ്രൻ വിവർത്തനം ചെയ്ത എഡ്ഗാർ സ്നോ രചിച്ച ചൈനയ്ക്കുമേൽ ചുവപ്പുതാരം എന്ന പുസ്തകം കാലടി ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KA ചാക്കോച്ചൻ ഏറ്റുവാങ്ങി. കേരള ഗ്രാമീൺ ബാങ്ക് സ്കൂൾ കുട്ടികൾക്ക് CSR ഫണ്ടിൽ നിന്നും നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണം ബാങ്ക് പെരുമ്പാവൂർ ബ്രാഞ്ച് ചീഫ് മാനേജർ CG രതീഷ് നിർവഹിച്ചു. ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK ഷാജി, ഗ്രന്ഥശാല പ്രവർത്തകൻ കാലടി S മുരളീധരൻ, SPCS ഭരണസമിതി അംഗം റഹീമ KA, മാർക്കറ്റിംഗ് മാനേജർ G ബിപിൻ എന്നിവർ സംസാരിച്ചു. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയാണ് കേരള ഗ്രാമീൺ ബാങ്ക് ഈ കാലടി പുസ്തകോത്സവത്തിന്റെ വേദിയിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കേരള ഗ്രാമീൺ ബാങ്ക് കേരളത്തിലുള്ള കലാകായിക സാംസ്കാരിക രംഗങ്ങളിലുള്ള എല്ലാ ചടങ്ങുകളിലും ഞങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കേരളത്തിലുള്ള ഏക പൊതുമേഖലയിലുള്ള കേരള ഗ്രാമീണ ബാങ്ക് എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇതുപോലെയുള്ള എല്ലാ ചടങ്ങുകളിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ദശാബ്ദങ്ങളായി വലിയ വലിയ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെയും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഭാവങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. കാലടിയുടെ മറ്റൊരു സാംസ്കാരിക മുഖമാണ് NBS ഇന്ന് മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പുസ്തകോത്സവ പരിപാടി. ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിലിലെ വിവിധ വായനശാലകൾക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിനും ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള വായനക്കാർക്ക്, വിദ്യാലയങ്ങൾക്ക്, കോളേജുകൾക്ക്, മറ്റ് വിദ്യാർത്ഥികൾക്കൊക്കെ പുസ്തകം വാങ്ങുവാനും അത് കുറഞ്ഞ നിരക്കിൽ കേരളത്തിലെ വിദേശത്തടക്കമുള്ള നിരവധി വിവർത്തനങ്ങൾ ഇവിടെ ലഭ്യമാകുന്ന പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്.